ഒരു മനുഷ്യന് ജീവിക്കാൻ സത്യത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. നാളെ എന്താണ് തിന്നുക എന്ന ഭയമില്ലാത്ത അവസ്ഥ, കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട്, അസുഖം വന്നാൽ നല്ല ചികിത്സ ലഭിക്കാനുള്ള സംവിധാനം, പഠിക്കാൻ നല്ല വിദ്യാഭ്യാസം, ഇതാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ട കാര്യങ്ങൾ. ഇതായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ സഖാവ് ഫിദൽ കാസ്ട്രോ സ്വന്തം നാടിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. വൻകിട മുതലാളിമാർ പണമുള്ളവന് വേണ്ടി മാത്രം ചികിത്സയും വിദ്യാഭ്യാസവും എല്ലാം നൽകിയപ്പോൾ ക്യൂബയിലെ ഓരോ സാധാരണക്കാരൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തിയ ഭരണാധികാരിയായിരുന്നു സഖാവ് ഫിദൽ കാസ്ട്രോ. ഇന്ത്യയെ നമ്മുടെ കളിക്കളങ്ങളെ പോലും സ്നേഹിച്ച മഹാനായ നേതാവായിരുന്നു സഖാവ് ഫിദൽ കാസ്ട്രോ. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ സൗജന്യമായി ലഭിക്കുമെന്ന ഉറപ്പോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഫിദൽ കാസ്ട്രോ ക്യൂബൻ ജനതയ്ക്ക് ഉറപ്പു നൽകിയപ്പോൾ സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് ഇന്ത്യ രാജ്യത്ത് അധ്വാനിക്കുന്ന വർഗം ഫിദൽ കാസ്ട്രോയും ക്യൂബയെയും ആവേശപൂർവ്വം ഉറ്റുനോക്കിയത്. അസുഖങ്ങൾ വരാതെ തടയുന്നതിൽ ഊന്നൽ നൽകിയുള്ള ക്യൂബയുടെ സമഗ്രമായ ആരോഗ്യ മാതൃക ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി പിന്നീട് മാറുകയായിരുന്നു. ഇതെല്ലാം ഇന്ത്യയും മാതൃകയായി സ്വീകരിക്കുന്ന നിലയിലേക്ക്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മാതൃകയായി സ്വീകരിക്കുന്ന നിലയിലേക്ക് മാറുകയുണ്ടായി. ലോകത്ത് ആളോഹരി കണക്കിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള രാജ്യം ഇന്ന് ക്യൂബയാണ്. അതോടൊപ്പം സഖാവ് ഫിദൽ കാസ്ട്രോയുടെ കീഴിൽ ക്യൂബ ഒരു വലിയ കായിക ശക്തിയായി വളരുകയും ചെയ്തു. ഒളിമ്പിക്സിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ സ്ഥിരമായി എത്താൻ ആ കൊച്ചു രാജ്യത്തിന് കഴിഞ്ഞത് ഫിദൽ കാസ്ട്രോയുടെ ഇച്ഛാശക്തിയുടെ ഭാഗം തന്നെയായിരുന്നു. ബോക്സിങ്ങിലും ഗുസ്തിയിലും അത്ലറ്റിക്സിലും ക്യൂബൻ താരങ്ങൾ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും ഏറ്റവും മികച്ചവരായി മാറിയത് സോഷ്യലിസത്തിന്റെ കായിക മേഖലയോടുള്ള പ്രതിബദ്ധതയുടെ പ്രായോഗികവൽക്കരണം കൂടിയായിരുന്നു. ക്യൂബ തങ്ങളുടെ കായിക മുന്നേറ്റത്തിന്റെ അനുഭവം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി എല്ലാ കാലത്തും പങ്കുവച്ചുകൊണ്ടിരുന്നു. ബോക്സിങ്ങിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ ക്യൂബയിൽ നിന്നുള്ള പരിശീലകരുടെ വലിയ പങ്കുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സഖാവ് ഫിദലിന്റെ ഹൃദയത്തിൽ ഇന്ത്യക്ക് എന്നും ഒരു സ്ഥാനമുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്.